ഇന്ന് ഞാനൊരു അടിപൊളി ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡോണറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഇളം ചൂടുള്ള പാല്, ഞാനിവിടെ 150 ml കപ്പിലാണ് പാലെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 കോഴിമുട്ട, 1 ടേബിൾ സ്പൂൺ ബട്ടർ. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ മുട്ടയും പഞ്ചസാരയും ഒക്കെ നന്നായി യോജിച്ച് കിട്ടണം, അതുവരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായി 2 കപ്പ് മൈദ ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി കുഴച്ചെടുത്ത് നന്നായി സോഫ്റ്റ് ആക്കി എടുക്കാം. നമ്മുടെ മാവ് ഇപ്പോൾ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് അടച്ചു വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവ് നന്നായി പൊങ്ങി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഡോണറ്റ് ഉണ്ടാക്കാനുള്ള മാവ് ഇപ്പോൾ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. കുറച്ച് പൊടിയിട്ടതിന് ശേഷം നമ്മുടെ മാവ് എടുത്ത് ഇതുപോലെ പരത്തിയെടുക്കാം. കുറച്ച് തിക്കിൽ വേണം മാവ് പരത്തിയെടുക്കാൻ. അതിനുശേഷം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത മാവെല്ലാം ഇപ്പോൾ ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡോണറ്റ് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഒരു ഭാഗം ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മൾ ഡോണറ്റ് എല്ലാം ഇപ്പോൾ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അടുത്തതായി ഡോണറ്റ് ഡിപ്പ് ചെയ്യാൻ ആവശ്യത്തിന് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത്, ഇതുപോലെ സ്പ്രിങ്കിൾസ്, നമ്മൾ ഉണ്ടാക്കി വെച്ച ഡോണറ്റ് ഓരോന്നായി എടുത്ത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ മുകളിലായി കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം.
നമ്മുടെ വളരെ ടേസ്റ്റിയും കളർഫുള്ളായിട്ടുള്ള ഡോണറ്റ് റെഡി. ഇതെല്ലാവരും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇനിയും ഇതുപോലത്തെ അടിപൊളി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം.